ഞങ്ങളെ ഇന്ന് അമ്മ അയ്യോ സോറി ഞങ്ങളെ ഇന്ന് അമ്മ പഠിച്ച സ്കൂളില് സോറി അമ്മൂട്ടി ഞങ്ങളെ ഇന്ന് അമ്മ പഠിച്ച സ്കൂളിലൊന്ന് പോയേ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് മനസ്സിൽ ഒരുപാട് തോട്ട്സുകളൊക്കെ വന്നേ അല്ലേ അമ്മൂട്ടി. അപ്പോൾ ആ തോട്ട്സൊക്കെ ഒരുപാട് പേർക്ക് ഒരു പക്ഷേ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇതെല്ലാം മെയിനായിട്ട് സംഭവം ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ടിങ് ഒന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അന്നാ ഞാൻ പറഞ്ഞ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് പറയാം, സ്വാഭാവികമായിട്ടും എല്ലാവർക്കും മനസ്സിലാവാവുന്ന കാര്യമല്ലേ. പക്ഷെ അതിൻ്റെ കലിപ്പണി മുഖത്ത് കാണുന്നത് ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്നത് ക്ഷീണമായിട്ട് ഇവിടെ വന്നതിന് ശേഷം വീണ്ടും വലിച്ചിരുത്തി നമുക്കിത് സംസാരിക്കണോ അത് വേണോ എന്നുള്ള ഒരു കഷ്ടപ്പാടാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ കമന്റ് ആയിട്ട് പറയണം. അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ സ്കൂളൊക്കെ പോയി കാണാം അല്ലേ. ഇതാണ് ഞാൻ പഠിച്ച സ്കൂള്. ടീച്ചർ എന്താ ഈ ആലോചിച്ചോണ്ടിരിക്കുന്നത്? അല്ല, ഞാൻ സ്കൂളിലും കുറെ കാര്യങ്ങൾ ആലോചിച്ചത്. നിന്റെ വർത്തമാനം കേട്ട് ഭയങ്കര നാടകീയത. ഞാൻ ഇവളോട് പറഞ്ഞേ ഇവിടെ വരുമ്പോഴത്തേന് നമ്മൾ സ്കൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണല്ലോ. അപ്പം നീ എന്നാ പിന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതാണ് ഞാൻ പിടിച്ച സ്കൂള്, ഇത് പണ്ടത്തെ നമ്മുടെ നാട്ടില് പറയുന്ന സ്കൂള്. ഇവിടെ എത്തിയപ്പോഴത്തേന് ഇവിടെ മറ്റേ പഴയ സ്കൂള് ആ ഒരു ടൈപ്പിലേക്ക് പോയി കേട്ടോ. നല്ല കാര്യം. ഞാൻ ആലോചിച്ചോണ്ടിരുന്ന എന്താ അറിയോ, ഈ പടികള് അമ്മൂട്ടി വളരെ കുഞ്ഞി പിച്ച നടന്ന് കയറിയ സ്കൂളല്ലേ ഇത്? അത്രയല്ല, ഞാൻ ഒരു 8ാം ക്ലാസ് തൊട്ടാ. ആണോ? 8ാം ക്ലാസ് തൊട്ടാ ഒതുക്കിയായി. 8 തൊട്ട് 10 വരെ ഇവിടെ പഠിച്ചേ. ഇപ്പൊ നമുക്കൊന്ന് ആലോചിക്കാം. അതായത് ആ ഒരു കാലഘട്ടം നമ്മൾ നമ്മുടെ വിവാഹത്തിനെ പറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ഭാവി വരനെ പറ്റിയോ അല്ലെങ്കിൽ ഭാവി വധുവിനെ പറ്റിയോ നമ്മൾ ചിന്തിക്കാം. സ്വാഭാവികമല്ലേ? ചിന്തിച്ചായിരുന്നോ? ഇവിടെയൊക്കെ പഠിക്കുമ്പോഴത്തേന് ആ സമയത്ത് നമുക്ക് പഠിത്തവും ടെൻഷനൊക്കെ ആയിരിക്കും. എങ്ങനെയും 10ാം ക്ലാസ് പാസ്സാകണം. ഇങ്ങനെ ഒരു സുന്ദര കുട്ടപ്പനാണ്, ഇങ്ങനെ ഒരാളാണ് എൻ്റെ ലൈഫിലേക്ക് പാർട്ട്ണറായിട്ട് വരുമെന്ന് നീ ജന്മത്തിൽ ചിന്തിച്ചിട്ടുണ്ടാവില്ലല്ലോ. സുന്ദര കുട്ടപ്പനോ? അത് ഞാൻ എന്നെ തന്നെ വിശേഷിപ്പിക്കുന്നതാണ്. ഇവളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഞാൻ ഒരു വെള്ള ഷർട്ടും നീല പാൻറ്റൊക്കെ ഇട്ടിട്ട്, എൻ്റെ സ്കൂളിലെ യൂണിഫോം അങ്ങനെയായിരുന്നേ. ആ ഒരു രീതിയിൽ ഞങ്ങളുടെ സ്കൂളിൽ ഞാൻ കളിച്ച് നടക്കുന്നുണ്ടാവും. അന്ന് ഞാൻ ശരിക്കും ചിന്തിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഇതുപോലത്തെ ഒരാളെയാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. ചിലപ്പോൾ എനിക്ക് ടീച്ചറെ പരിചയമില്ലല്ലോ. വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ നമുക്ക് പല പ്രണയങ്ങളുണ്ട്. പല പ്രണയം അങ്ങനെയല്ല, നമുക്ക് അതില്ലാത്ത മനുഷ്യന്മാരുണ്ടാവും. അപ്പൊ അപ്പൊ അങ്ങനെ ഒരു സമയത്ത് മേളിയും താഴോട്ട് വീണു. അപ്പൊ അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനില് നമ്മള് ആ ഒരു പെൺകുട്ടീനെ നമ്മള് ഇവളെയാണ് എനിക്ക് ഭാവിയിൽ വിവാഹം കഴിക്കുക. ഏത് പെൺകുട്ടിയാണോ അവളാണ് എന്റെ. പക്ഷെ അതൊന്നും അല്ല റിയൽ ലൈഫിൽ സംഭവം. ഇനിയിപ്പോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അവര് ഭാഗ്യവന്മാരായിരിക്കും. അതായത് ഇവര് ചെറുതായിരുന്നു അന്ന്, പ്രണയത്തിന്റെ ആ കൗമാര കാലഘട്ടമാണ്. പക്ഷെ ഇവിടെ കൗമാരൊന്നും അത്ര ഏറ്റില്ല. ഇവിടെ മൊത്തം പഠിത്തമായിരുന്നു. ശരിക്കും ഇതുപോലെയാണ്. അതായത് നമ്മൾ ആ ഒരു സമയത്ത് അമ്മൂട്ടി പറഞ്ഞ പോലെ എന്നെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഫുൾ എൻജോയ്മെന്റ് ആയിരുന്നു ആ ഒരു സമയത്തും. ഇവള് ഫുൾ പഠിത്തം തന്നെ ആയിരിക്കാം. എനിവേ പഠിക്കുന്നവര് പഠിത്തം, പക്ഷെ എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ആയതുകൊണ്ട് ആ ഒരു ടൈം ഒന്നും കിട്ടിയിട്ടില്ല. ഇവള് ഫുൾ പഠിപ്പിച്ചാണ് എന്നാണ് ഇവള് പറഞ്ഞു വരുന്നത്. എന്താണെങ്കിലും ഇവളുടെ കുറച്ച് മെമ്മറീസ് ഒക്കെ കേട്ടോ. ഇനി പറ അമ്മൂട്ടിയുടെ കഥകളെല്ലാം കേൾക്കട്ടെ. അല്ല, ഇവിടുത്തെ കുറച്ച് സ്റ്റോറീസ് ഒക്കെ പറയാം. ആ പുറകെ കാണുന്ന ബസ് സ്റ്റാൻഡില്ലേ, ആ ബസ് സ്റ്റാൻഡ് ഞങ്ങൾ ഉപയോഗിച്ചിട്ടേ ഇല്ല. ആ ബസ് സ്റ്റാൻഡിലായിരിക്കും സ്കൂളിൽ വന്ന് ഇറങ്ങുന്നത്. ഇവിടെ ഇറങ്ങിയിട്ടാണ് നമ്മളിങ്ങനെ നടന്നും പൊക്കോണ്ട്. ഇതുവഴിയാണ് നീ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്? ഇവിടെ റോഡൊന്നും ഇല്ലല്ലോ. റോഡില്ല, ഇവിടെ റോഡായി. നേരത്തെ സ്റ്റെപ്പ് ആയിരുന്നു. ഇങ്ങനെ നിരന്ന സ്റ്റെപ്പ് ആയിരുന്നു അല്ലേ? അങ്ങോട്ട് പള്ളിയുണ്ടല്ലേ, ആ പള്ളിയുടെ സ്റ്റെപ്പ് ആയിരുന്നു അല്ലേ? അങ്ങനെ ആയിരുന്നു. അടിപൊളിയായിരുന്നല്ലോ. ഇവിടുന്ന് അവിടം വരെ സൂപ്പർ ആയിരിക്കുമല്ലോ. നിങ്ങൾ ബസ്സിനെ പോയി വന്നോണ്ടിരുന്ന സ്കൂളിലേക്ക്? പണ്ട് നമുക്ക് ബസ് എല്ലാ സമയത്തൊന്നും ഇല്ല, നടന്നു പോകും കേട്ടോ. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. നിറച്ചും പുസ്തകം ഉണ്ട്. എൻ്റെ അമ്മ കുറേ നടന്നു. രാവിലെ സ്കൂളിൽ വന്ന് ബാഗൊക്കെ വെച്ചിട്ട് ആ പുറകെ കാണുന്ന പള്ളിയിലോട്ട് പോകും കേട്ടോ. പിന്നെ ഇതിലെ കൂടെ ഇറങ്ങി വരുന്നു. ഇതുവഴിയാണല്ലേ? ഇത് നമ്മൾ ആദ്യം വന്ന എൻട്രൻസ്. അതായത് ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്
ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ നമുക്കൊന്നും അധികം ബാഗുകളൊന്നും ഇല്ല, നമ്മള് ആ രീതിയിൽ പോകത്തുള്ളൂ. നിങ്ങൾ പെൺകുട്ടികൾക്ക് ലോഡ് കണക്കിന് ബാഗ് കൊണ്ടുവന്നു. ഇപ്പൊ നമ്മള് സോറി ബാഗിൽ ലോഡ് കണക്കിന് സാധനങ്ങളുണ്ടാവും, വീർത്ത് കെട്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണോ കൊണ്ടുവന്നിട്ടുണ്ട്? ഈ സ്കൂളിൽ പഠിച്ചപ്പോ എനിക്ക് അതുപോലെ ചുമടുണ്ടായിരുന്നു, അതും എടുത്തോണ്ട് നടന്നു പോകും. പിന്നെ ഇങ്ങനെ പിടിക്കും, ചിലപ്പോ കവറിലാക്കിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പോവും. പിന്നെ കുറച്ച് ബാഗിലാക്കും, ചിലത് പിന്നെ സ്കൂളിൽ തന്നെ വെക്കും. അങ്ങനെയൊക്കെ പൊക്കോണ്ടിരുന്നു. ഓ, അങ്ങനെയായിരുന്നു ഇവിടുത്തെ കഥകൾ. മീൻസ് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ മുട്ടായി മേടിക്കുക, അങ്ങനെ ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സ്റ്റോറിലേക്കാണ് പൊക്കോണ്ടിരുന്നത്. ഓ, ഇതിവിടെ പഴമയുള്ള ഒരു കടയുണ്ട് കേട്ടോ, കണ്ടോ? അതായത് ഇപ്പോഴും അത് അങ്ങനെ തന്നെ, മാറ്റമൊന്നുമില്ല. അത് മാറിയിട്ടേ ഇല്ല കേട്ടോ. മാറ്റമുള്ളത് നിനക്ക് മാത്രമാണ്, എനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പം അന്ന് ഇതുവഴി മുട്ടായി മേടിച്ചും സ്കൂളിൽ ടെൻഷനോടെ വന്ന് പഠിച്ച ആ ഒരു കുട്ടിയാണ് ഇപ്പോൾ. ചോദിക്കും, ഇന്ന് ടീച്ചേഴ്സ് ആരൊക്കെ വരും, ഇതൊക്കെ കണ്ടു വേണം. ഇത് പേടിയും ടെൻഷനൊക്കെ ആയിരുന്നു. സ്വാഭാവികം, ആ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേനും അതുള്ളതാണല്ലോ അമ്മൂട്ടി. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ ഈ 10ാം ക്ലാസ് വരെ ഈ കേട്ടെഴുത്തും ഈ ക്വസ്റ്റ്യൻ ചോദിക്കലും അടികിട്ടലും ആ പ്രായമാണല്ലോ, സ്ട്രിക്റ്റ് ക്ലാസ് ആണല്ലോ. അങ്ങനെ ഇവിടെ വന്ന് പഠിച്ചിരുന്ന കുട്ടിയാണ് ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന എൻ്റെ അമ്മൂട്ടി. എന്തായാലും ഇതൊരു അടിപൊളി ഫീലാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് അമ്മൂട്ടി പഠിച്ച സ്കൂളിൽ വന്നപ്പോഴത്തേന് അമ്മൂട്ടി പണ്ട് ഇവിടെ ഓടിക്കളിച്ച് നടന്നു. ആ സമയത്ത് അമ്മൂട്ടി എന്നെ പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഞാൻ അമ്മൂട്ടിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് പോലും, ഇങ്ങനത്തെ ഒരാളെ പോലും നമ്മൾ ചിന്തിക്കില്ല നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. ഞാൻ ആദ്യം ചിന്തിക്കുകയുള്ളൂ. പക്ഷേ പത്തനംതിട്ടയിൽ കിടന്ന ഞാൻ ഇവിടെ വന്ന് ഇവിടെ പഠിച്ച് വളർന്ന ഒരു കുട്ടി അമ്മൂട്ടിയാണ് ഇന്ന് എൻ്റെ ലൈഫിൽ പാർട്ട്ണറായി വന്നിരിക്കുന്നത്. അപ്പം ഇവളുടെ ഈ ഒരു മെമ്മറി ഉള്ള ഈ ഒരു സ്കൂള് കാണണം, ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന നടത്ത സംഭവങ്ങളൊക്കെ ഒന്ന് ആസ്വദിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് വരാമെന്ന് ഞങ്ങൾ വിചാരിച്ചത്. ഞാൻ വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അടിപൊളി ഫീലും ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. പിന്നെ അതിലുപരി ഇവിടെ ഞങ്ങൾ വ്ളോഗ് ചെയ്യാൻ വിചാരിച്ച കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവഴി പോകുമ്പോഴത്തേനും അമ്മൂൻ്റെ വീടാണ്. നീ എന്തെങ്കിലും ഒന്നും മിണ്ടായിരിക്കുന്നു. അതെ, ഈ വഴി പോകുമ്പോൾ അല്ല എനിക്ക് സ്കൂള് കാണാം കേട്ടോ. അപ്പം ഞാൻ പറയും ടീച്ചറിനോട് ഞാൻ പഠിച്ച സ്കൂളാണ്, പക്ഷെ ഒരിക്കലും ഇതിൻ്റെ അകത്തൊന്നും ഞാൻ കയറിയിട്ടില്ല കേട്ടോ. എനിക്ക് കല്യാണത്തിന് ശേഷം ഞങ്ങൾ ഇത് വ്ളോഗ് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് അല്ലെ. എങ്കിലും ഇത് ഒരു അടിപൊളി ഫീലിംഗ് തന്നെയായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു ദിവസം ഞാൻ പഠിച്ച സ്കൂളിലൊക്കെ കൊണ്ടുപോകാം കേട്ടോ. അപ്പം അവിടെ ഒരുപാട് കഥകൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. അതൊക്കെ ഇവിടെ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിത്തിരിക്കും. അതാണ് കേൾക്കേണ്ടത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് കാണാം. ബൈ.